കൊച്ചിയിൽ മയക്കുമരുന്ന് വിൽപ്പന പൊതുപ്രവർത്തകരോട് പറഞ്ഞതിന് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. വികാസ് വാണി സ്വദേശി VK രഘുവിനാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് പ്രതികൾ രഘുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ നിധിൻ, സുമൈബ് എന്നിവർക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്നും ചേരുന്നു. സഹിൻ, ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കൂടുകയാണ്. ഈ ലഹരി മാഫിയയെക്കുറിച്ച്, ലഹരി സംഘങ്ങളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഒരു രീതി. അത്തരമൊരു സംഭവമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതികളെ പോലീസിന് പിടികൂടാനായിട്ടുണ്ടോ? അവർ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇദ്ദേഹം രഘു എന്ന് പറയുന്ന ഒരാൾ അവിടെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇക്കാര്യം പൊതുപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഇത് പറഞ്ഞതിൽ പ്രകോപിതരായി ഈ രണ്ടുപേര്, നിതിൻ, സുമൈബ് എന്ന് പറയുന്ന കാക്കനാട് സ്വദേശികൾ, ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്തായാലും തൃക്കാക്കര പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ലക്ഷ്മി, കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.